ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങളുടെ കുട്ടികൾ പഠിക്കാത്തപ്പോൾ നിങ്ങൾ അവരോട് എന്താ പറയാറ്? നന്നായി പഠിച്ചാൽ മാത്രമേ നല്ല ജോലി കിട്ടൂ, എങ്കിലേ നല്ല ലക്ഷൂറിയസ് ആയിട്ട് ജീവിക്കാൻ പറ്റുള്ളൂ എന്നാണോ? അതോ ഇങ്ങനെയാണോ? ഇങ്ങനെയൊക്കെ നടന്നാൽ മതി, ഇങ്ങനെയൊക്കെ മീൻകൊട്ട ചുമക്കാം, ഇങ്ങനെയാണോ? ഞാനും ഇങ്ങനെയൊക്കെ പറയാറുണ്ട് കേട്ടോ, കുറച്ച് നാൾ മുമ്പ് വരെ. പക്ഷേ മാറ്റി ചിന്തിക്കേണ്ട സമയമായി, അല്ലെങ്കിൽ മാറ്റി പറയേണ്ട സമയമായി. ഇനി ഇങ്ങനെയൊന്ന് പറയൂ നിങ്ങളുടെ കുഞ്ഞുങ്ങളുടെ അടുത്ത്. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആകണോ നിനക്ക്? എങ്കിൽ നീ നന്നായിട്ട് പഠിച്ചോ. എങ്ങനെയാണ് പഠനത്തിലൂടെ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആകുന്നത്? പുസ്തകത്താളുകളിലെ അറിവിലൂടെ മാത്രം നമുക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആവാൻ പറ്റുമോ? എന്താണ് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്? സർവൈവൽ മീൻസ് അതിജീവനം, അതിജീവിക്കുന്ന ബെസ്റ്റായിട്ടുള്ള ആൾക്കാർ. സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് അല്ലെങ്കിൽ അതിജീവിക്കുന്നവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഈ ലോകം. അത് വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെ നമുക്ക് നേടാൻ പറ്റും? ഞാൻ പറഞ്ഞ മാതിരി പുസ്തകത്താളിലെ അറിവിലൂടെ മാത്രം നമുക്ക് സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആകാൻ പറ്റില്ല. പക്ഷേ നാം വിദ്യാഭ്യാസത്തിന്റെ വഴികൾ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഒത്തിരി പാഠങ്ങൾ പഠിക്കും, പുതുതായിട്ടുള്ള പാഠങ്ങൾ. ഫോർ എക്സാമ്പിൾ, നമ്മൾ വീട്ടിൽ നിന്ന് ഒരു കംഫർട്ട് സോണിൽ നിന്ന് പഠിക്കുമ്പോൾ നമ്മുടെ അച്ഛൻ നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു തരും, അമ്മ ഫുഡൊക്കെ പ്രോപ്പർ സമയത്ത് കുക്ക് ചെയ്ത് മുന്നിൽ കൊണ്ടുതരും. അപ്പം നമ്മൾ ജീവിതത്തിൻ്റെ ഒരു സ്ട്രഗിൾസും അറിയുന്നില്ല. പക്ഷെ നമ്മൾ ഒരു ഇൻ്റർനാഷണൽ ഫോറിൻ കൺട്രിയിൽ പഠിക്കാൻ പോവുകയാണ്, അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ സ്റ്റേറ്റ് വിട്ടിട്ട് വേറൊരു സ്ഥലത്ത് പഠിക്കണം, അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ദൂരെ ഉള്ള ഒരു കോളേജിൽ പഠിക്കണം. അങ്ങനെയൊക്കെ ആകുമ്പോൾ നമ്മൾ ഹോസ്റ്റലിൽ നിൽക്കേണ്ടി വരും, അല്ലെങ്കിൽ ഷെയർഡ് റൂംസ് യൂസ് ചെയ്യേണ്ടി വരും. ഈ എല്ലാ സന്ദർഭങ്ങളിലും നമ്മൾ എന്താണ് ചെയ്യുന്നത്? നമ്മൾ സഹകരിക്കാൻ പഠിക്കുകയാണ്. നമ്മൾ നമ്മുടെ കംഫോർട്ട് സോണിൽ നിന്ന് പുറത്ത് വന്ന് നമ്മൾ ഒത്തിരി സ്ട്രഗിൾ ചെയ്യേണ്ടി വരും ജീവിതത്തിൽ, പല രീതിയിലുള്ള സ്ട്രഗിൾസ്. നമ്മൾ വീട്ടിൽ നിന്നും സ്ട്രഗിൾ ചെയ്യാത്ത സ്ട്രഗിൾസ് നമുക്ക് ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. ഈ സ്ട്രഗിൾസ് എല്ലാം തന്നെ നമ്മൾ എന്ന മനുഷ്യനെ പാകപ്പെടുത്തിയെടുക്കുകയാണ്. അത് നമുക്ക് ഒരിക്കലും വീട്ടിൽ വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ കിട്ടുന്ന ഒന്നല്ല, മറ്റ് പുസ്തകത്തിലൂടെ പഠിച്ചു കിട്ടുന്ന നോളജും അല്ല. അത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്ത് മാത്രം കിട്ടുന്ന നോളജാണ്. അപ്പോൾ വിദ്യാഭ്യാസത്തിലൂടെ എങ്ങനെയാണ് നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആകുന്നതെന്ന് വെച്ചാൽ, നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ ഒത്തിരി സ്ട്രഗിൾസ് ഫേസ് ചെയ്യേണ്ടി വരും ജീവിതത്തിൽ. അങ്ങനെ ജീവിതത്തിൽ നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആകുകയാണ്. ഏത് സിറ്റുവേഷനെയും നമുക്ക് ഫേസ് ചെയ്യാൻ നമ്മൾ പഠിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഈയിടെ നമ്മളൊരു ന്യൂസ് കണ്ടു. ജോലി ഭാരത്തിൽ ഒരു പെൺകുട്ടി, അതിസമർത്ഥയായ പഠിക്കാൻ മിടുക്കിയായ കുട്ടിയാണ്, ഹാർട്ട് അറ്റാക്ക് വന്ന് മരിച്ചു. അതുകൂടാതെ വേറൊരാൾ ജോലി സമ്മർദ്ദത്തിന് അടിമപ്പെട്ട് ആത്മഹത്യ ചെയ്തു. അപ്പോൾ നമുക്ക് ഇവിടെയെല്ലാം വേണ്ടത് ശക്തമായ ഒരു മനസ്സാണ്. നമുക്ക് ആ ജോലി അല്ലെങ്കിൽ മറ്റൊരു ജോലി നമുക്ക് പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സ് ശക്തിപ്പെടുത്തിയെടുക്കുക. അത് നമ്മുടെ ജീവിതത്തിലൂടെ മാത്രം ഉരുത്തിരിഞ്ഞ് നമുക്ക് കിട്ടുന്ന ഒന്നാണ് നമ്മുടെ മനസ്സിന്റെ ശക്തിപ്പെടൽ. ആ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഏത് സിറ്റുവേഷനെയും ഫേസ് ചെയ്യാൻ പറ്റും. ആ ജോലി അല്ലെങ്കിൽ വിദ്യാഭ്യാസമുള്ള കഴിവുകളുള്ളവർക്ക് ഏത് ജോലി വേണമെങ്കിലും കിട്ടും. അപ്പോൾ അതും ഒരു സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമാണ്. നമ്മൾ ഒന്നിൽ തന്നെ കടിച്ചു തൂങ്ങി നിൽക്കാതെ, അപ്പോൾ നമ്മൾ എല്ലാത്തിനെയും അതിജീവിക്കാൻ പഠിക്കണം. ജീവിതത്തിലുണ്ടാവുന്ന പ്രതിസന്ധി ഘട്ടങ്ങളെയും എല്ലാത്തിനെയും അതിജീവിക്കാൻ നമുക്ക് വിദ്യാഭ്യാസത്തിലൂടെ അല്ലെങ്കിൽ അതിലൂടെ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ജീവിതത്തിലൂടെ നമ്മൾക്ക് നമുക്ക് കഴിയും. അതുകൂടാതെ ശക്തമായ ഒരു മനസ്സും നമുക്ക് എടുക്കേണ്ടതുണ്ട്. ഇപ്പോഴത്തെ കാലത്ത് ജോലി സമ്മർദ്ദം, സ്ട്രെസ്, ജീവിതത്തിലെ പ്രോബ്ലംസ്, ഇതെല്ലാം മനുഷ്യനെ ആത്മഹത്യയിലേക്കും അല്ലെങ്കിൽ സ്വയം ഒരു പിന്മാറലിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ ആക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമുക്ക് മനസ്സിനെ ശക്തീകരിച്ചു കഴിഞ്ഞാൽ നമ്മൾ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആകും. അത് സർവൈവൽ ഓഫ് ഫിറ്റസ്റ്റ് ആയ ആൾക്കാർക്കുള്ളതാണ് ഈ ലോകം. ഈ പ്രപഞ്ചത്തെ എല്ലാ ദിവസവും കാണാൻ കഴിയുന്നത്, ഇവിടെ ജീവിക്കാൻ കഴിയുന്നത് ഏറ്റവും വലിയ ബ്ലെസ്സിങ് ആണ്. ആ ബ്ലെസ്സിങ്ങിനെ അതിൻ്റെതായ രീതിയിൽ
നമ്മൾ സ്വീകരിച്ച് എൻജോയ് ചെയ്ത് ജീവിക്കുക. അതിന് നമ്മൾ നമ്മുടെ കഴിവുകൾ ഉപയോഗപ്പെടുത്തുക. ഓക്കെ, ബൈ, താങ്ക് യു.